ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് അരവിന്ദാണ്. ഞാനായിരിക്കും GSTയുടെ ക്ലാസ്സസ് എല്ലാം കൈകാര്യം ചെയ്യും. നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് GSTയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ്. ഓക്കെ, GSTയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. നമ്മുടെ ക്ലാസ് 10 ഡേയ്സാ വരുന്നത്. അതായത് ഡെയിലി 1 അവർ. ക്ലാസിന്റെ ടൈം 9 PM. അതായത് ഈ സെയിം ടൈമാണ് ക്ലാസ് വരുന്നത്. GSTയുടെ പ്രാക്ടിക്കൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിൽ എന്തെല്ലാമാണ് കവർ ചെയ്യുന്നത്? GSTക്ക് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ട്, GST പോർട്ടൽ എന്ന് പറയും. GST പോർട്ടൽ, അതായത് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അവിടെ സെർച്ച് ബാറിൽ പോയി നമ്മൾ എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്യും ആ ഒരു സൈറ്റ് അഡ്രസ് www.gst.gov.in www.gst.gov.in അങ്ങനെ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ GSTയുടെ ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ആയി വരും. ആ സൈറ്റിനകത്ത് കയറിയാണ് GSTയുടെ പ്രാക്ടിക്കലായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ആ സൈറ്റിനകത്ത് കയറി ഈ പറയുന്ന പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇവിടെ 10 ദിവസം കൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ ആ സൈറ്റിനകത്ത് കയറി ചെയ്യേണ്ടി വരുന്ന, നമുക്കിവിടെ പഠിക്കേണ്ടി വരുന്ന പ്രാക്ടിക്കൽ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അപ്പൊ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ആ സൈറ്റിനകത്ത് കയറി ഓൺലൈൻ ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ പഠിക്കും. അതിപ്പോ ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് സ്ഥാപനം, കമ്പനി, അങ്ങനെ ഏത് ടൈപ്പ് സ്ഥാപനമാണെങ്കിലും GST രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. നമ്മളിവിടെ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കുക മാത്രമല്ല, പഠിച്ച ശേഷം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്ത് സെൽഫായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ഈ പറയുന്ന ഗവൺമെന്റ് സൈറ്റ് ഉണ്ടല്ലോ, www.gst.gov.in, ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് സൈറ്റിനകത്ത് കയറി വർക്ക് ചെയ്യാം, പക്ഷെ സെൽഫായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പരിശീലിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഗവൺമെന്റ് സൈറ്റ് ആണ്. നിങ്ങളുടെ റിയൽ വർക്ക് അതിൽ ചെയ്യാം, പക്ഷെ ആ വർക്ക് ചെയ്യും മുമ്പ് പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് ഈ ഗവൺമെന്റ് സൈറ്റ് പോലെ നിർമ്മിക്കപ്പെട്ട മറ്റൊരു ഡെമോ സൈറ്റ് ഉണ്ട്. ആ ഡെമോ സൈറ്റ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഇതേപോലെയാണ് ആ പ്ലാറ്റ്ഫോം വരുന്നത്. ഒരു ഓപ്ഷൻസ് പോലും മാറ്റം ഉണ്ടാവത്തില്ല. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കും. ശേഷം നിങ്ങൾക്ക് പഠിച്ച കാര്യം ആ ഡെമോ സോഫ്റ്റ്വെയറിലൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്. ദെൻ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പ്രാക്ടിക്കലി വരുന്ന കാര്യം, ഒരു ബിസിനസ് സ്ഥാപനം മനസ്സിലാക്കേണ്ട പോയിന്റ്, ഒരു ബിസിനസ് സ്ഥാപനം GSTയിൽ രജിസ്റ്റേർഡ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും എല്ലാ മാസവും മന്ത്ലി GST റിട്ടേൺസ് ഫയൽ ചെയ്യണം. ഫയലിംഗ് ചെയ്യണം, നിർബന്ധമാണ്. അപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം GSTയിൽ രജിസ്റ്റേർഡ് ആണ് എങ്കിൽ
അവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ മാസവും മന്ത്ലി GST റിട്ടേൺസ് ഫയൽ ചെയ്യണം. എന്താണ് GST റിട്ടേൺസ്? നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഈ മാസം എത്ര പർച്ചേസ് നടന്നു, എത്ര സെയിൽസ് നടന്നു, അങ്ങനെയുള്ള GST ബാധകമായ ടാക്സബിളും ടാക്സ് ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും GST അതോറിറ്റിയെ നമ്മൾ മന്ത്ലി അറിയിക്കണം. അത് എങ്ങനെ അറിയിക്കും? അത് അറിയിക്കാൻ വേണ്ടി ഇത്ര സെയിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി സെയിൽസിന്റെ ബില്ലുകളുമായി അല്ലെങ്കിൽ പർച്ചേസിന്റെ ബില്ലുകളുമായി GSTന്റെ ഓഫീസിൽ നേരിട്ട് പോവേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്നത്. ഈ ഒരു ഓൺലൈൻ സൈറ്റിനകത്ത് കയറിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതോറിറ്റിയെ അറിയിക്കാനുള്ള മാർഗം അവിടെയുണ്ട്. ആ മാർഗമാണ് റിട്ടേൺ ഫയലിംഗ് എന്ന് പറയുമ്പോൾ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് കയറുമ്പോൾ നമുക്ക് അവിടെ 2 റിട്ടേൺസ് ഉണ്ടാകും. റിട്ടേൺ മീൻസ് ഫോംസ് ആണ്, ഓൺലൈൻ ഫോം ആണ്. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതോറിറ്റി അറിയിക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ ഫില്ല് ചെയ്ത് അറിയിക്കുന്നത്. അപ്പൊ ഡാറ്റ ഫില്ല് ചെയ്യാൻ വേണ്ടി അനുവദിക്കപ്പെട്ട 2 ഓൺലൈൻ ഫോം ആണ് റിട്ടേൺസ്. 2 റിട്ടേൺസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മന്ത്ലി ഫയലിംഗ് ചെയ്യേണ്ടത്. ആ 2 റിട്ടേൺസ് എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കും. അപ്പൊ ഏതൊക്കെയാണ് 2 റിട്ടേൺസ്? ഒന്ന് GSTR1, GSTR റിട്ടേൺ, GST റിട്ടേൺ 1. അടുത്ത് GSTR3B, GST റിട്ടേൺ R, GSTR3B. ഇതാണ് 2 റിട്ടേൺ ഫോമിന്റെ പേര്. ഈ 2 റിട്ടേൺസ് എവിടെയുണ്ട്? ഈ 2 റിട്ടേൺസും ഈ ഓൺലൈൻ സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. ഈ 2 റിട്ടേൺസും ഈ ഓൺലൈൻ സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ സ്ഥാപനം ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് എങ്കിൽ, GST രജിസ്റ്റേർഡ് ആണ് നിങ്ങളുടെ സ്ഥാപനമെങ്കിൽ, നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടായിരിക്കും. അതുപയോഗിച്ച് നമ്മുടെ ഈ പറയുന്ന സൈറ്റിനകത്ത് കയറി നമുക്ക് എന്ത് ചെയ്യാം? ലോഗിൻ ചെയ്യാൻ സാധിക്കും. ഈ സൈറ്റിനകത്ത് കയറി നമുക്ക് അവൈലബിൾ ആയ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ GST അക്കൗണ്ട് ഓപ്പൺ ആയി വരും. അതിനകത്ത് നമുക്ക് ഈ 2 ഫോമും കാണാൻ സാധിക്കും. ഈ 2 ഫോമിന്റെ ആവശ്യം എന്താണ്? മന്ത്ലി എല്ലാ മാസവും നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതോറിറ്റിയെ ഓൺലൈൻ ആയിട്ട് അറിയിക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട 2 ഫോമാണ് GSTR1 GSTR3B. ക്ലിയർ അല്ലേ? ഈ GSTR1 3B എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കും. എങ്കിലും ജസ്റ്റ് പറയാം, GSTR1 എന്ന ഫോമിന്റെ ആവശ്യം എന്താണ്? GSTR1 എന്ന ഫോമിന്റെ ആവശ്യം ആ മാസം നമ്മുടെ സ്ഥാപനത്തിൽ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് GSTR1. ക്ലിയർ അല്ലേ? അപ്പൊ GSTR1ന്റെ ആവശ്യം എന്താണ്? ആ മാസം നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് അതോറിറ്റിയെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം അനുവദിക്കപ്പെട്ട ഒരു മന്ത്ലി സ്റ്റേറ്റ്മെന്റ്, സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് GSTR1 എന്ന് പറയുമ്പോൾ. ക്ലിയർ അല്ലേ? ഇത് എന്നാണ് ചെയ്യേണ്ടത്? ഇതിനൊരു ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത് 11th ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. അതായത് ഇതിപ്പോ ഏത് മാസം? നവംബർ അല്ലേ? ഈ നവംബർ മന്തിന്റെ GSTR1 ചെയ്യേണ്ടത് ഡിസംബർ മാസം 11ാം തീയതിക്കുള്ളിലാണ്. എന്ന് പറഞ്ഞാൽ നവംബർ മാസം 1ാം തീയതി മുതൽ നവംബർ മാസം 30ാം തീയതി വരെ നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് GSTR1 എന്ന ഫോമിൽ ഡാറ്റ എൻറ്റർ ചെയ്ത് ഡിസംബർ മാസം 1ാം തീയതി, നെക്സ്റ്റ് മന്ത് ഡിസംബർ 1ാം തീയതി മുതൽ ടൈം ഉണ്ട്, ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ഡിസംബർ മാസം 11ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്.
അപ്പൊ നെക്സ്റ്റ് മന്ത് 11th ആണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫയലിംഗ് GSTR1. ഡിസംബർ 11 തീയതിയാണ് നവംബർ മന്തിന്റെ GSTR1 ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഡിസംബറിന്റെ ആണെങ്കിലോ ജനുവരി 11 തീയതിയാണ് ഡിസംബർ മന്തിന്റെ GSTR1 ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ഇനി ഈ GSTR1 എന്ന ഫോം ഉണ്ടല്ലോ, സെയിൽസ് ഡീറ്റെയിൽസ് മാത്രമാണല്ലോ കാണിക്കേണ്ടത്. എങ്കിൽ പോലും അതൊരു ചെറിയൊരു ഫോം ഒന്നുമല്ല, ഒരു വലിയ ഫോമാണ്, ഒരു ഡീറ്റെയിൽഡ് ഫോമാണ്. ഈ GSTR1 എന്ന ഫോമിനകത്ത് ടോട്ടൽ 23 ടേബിൾ വരുന്നുണ്ട്. 23 ടേബിൾ അടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് സെയിൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് GSTR1. ക്ലിയർ? യെസ്. അപ്പോ 23 ടേബിൾ എന്തിനാണ്? സെയിൽ കാണിക്കാൻ വേണ്ടിയാണ്. ഓരോ ടൈപ്പ് സെയിൽസ് ഉണ്ട്. B2B സെയിൽ ഉണ്ട്, B2C സെയിൽ ഉണ്ട്, ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, അഡ്വാൻസ്, HSN കോഡ്, അതുപോലെ നിൽ റേറ്റ്, എക്സംപ്റ്റ്, നോൺ GST സെയിൽസ്, ഇ-കൊമേഴ്സ് സെയിൽസ്. അപ്പൊ അങ്ങനെ സെയിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് 23 ടേബിൾ അടങ്ങിയ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെന്റ് ആണ് GSTR1. നമ്മൾ GSTR1 ഓൺലൈനായിട്ട് എങ്ങനെ ഫയലിംഗ് ചെയ്യാമെന്ന് പഠിക്കും മുമ്പ് അതിനകത്ത് വരുന്ന 23 ടേബിൾ എന്ത് ചെയ്യും? നമ്മൾ 1 by 1 ആയിട്ട് ഇതുപോലെ എക്സൽ ഷീറ്റിൽ എഴുതി പഠിക്കും. ക്ലിയർ അല്ലേ? എന്താണ് B2B, എന്താണ് B2C, എന്താണ് B2C ലാർജ്, B2C സ്മാൾ എന്താണ്, എക്സ്പോർട്ട് എന്താണ്, അഡ്വാൻസ് എന്താണ്, എല്ലാം പഠിക്കും. അങ്ങനെ എല്ലാ ടേബിളും നമ്മൾ പഠിച്ച ശേഷം GSTയുടെ ഗവൺമെന്റ് സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് GSTR1 എന്ന ഓൺലൈൻ ഫോം എടുത്ത് അതിൽ ഓരോ ടേബിളിലും ഡാറ്റ എങ്ങനെ എൻറ്റർ ചെയ്യാമെന്നും ശേഷം അതെങ്ങനെ ഓൺലൈൻ ആയിട്ട് ഫയലിംഗ് ചെയ്യാമെന്നും പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡെമോ സോഫ്റ്റ്വെയർ അല്ലേ, ആ ഡെമോ സോഫ്റ്റ്വെയറിൽ സെൽഫായിട്ട് GSTR1 ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. ദെൻ GSTR3B ആണ്. GSTR3B എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യം മന്ത്ലി, ആ ഒരു മാസം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് എത്ര GST ആണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പൊ മന്ത്ലി GST പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട ഒരു മന്ത്ലി റിട്ടേൺ ഫോമാണ് GSTR3B. ടാക്സ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം, അത് ഓർത്താൽ മതി. മന്ത്ലി GST അടയ്ക്കണം ഗവൺമെന്റിക്ക്. ക്ലിയർ അല്ലേ? നമ്മള് ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ട് ഇൻപുട്ട് ഒക്കെ സെറ്റ് ഓഫ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കും എത്ര GST ആണ് ആ മാസം ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതെന്ന്. ആ ടാക്സ് അടയ്ക്കേണ്ടത് ഏത് ഫോമിലൂടെയാണ്? GSTR3B എന്ന ഫോമിലൂടെയാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ GSTR3B GSTR1 പോലെ ഒരു ഡീറ്റെയിൽഡ് ഫോം ഒന്നുമല്ല. GSTR3B ഒരു സമ്മറി ഫോമാണ്. അതുകൊണ്ട് തന്നെ GSTR3Bയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സമ്മറി റിട്ടേൺ എന്ന് വിളിക്കും. സമ്മറി റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? GSTR3B. അതിന്റെ ആവശ്യം എന്താ? ടാക്സ് മന്ത്ലി പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ. സോ ഈ GSTR3Bന്റെ ഡ്യൂ ഡേറ്റ് എന്താണ്? ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് നെക്സ്റ്റ് മന്ത് 20th വരുന്നത് കേട്ടോ, 20 വരുന്നത്. അതായത് നവംബർ മന്തിന്റെ GSTR1 ചെയ്യേണ്ടത് എന്നാണ്? ഡിസംബർ 11 സെയിൽസ് കംപ്ലീറ്റ് കാണിച്ചു. ദെൻ നവംബർ മന്തിന്റെ ടാക്സ് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നാണ്? ഡിസംബർ മാസം 20 ഏത് റിട്ടേൺ ഫോമിലൂടെ? GSTR3B എന്ന ഫോമിലൂടെ. അപ്പൊ GSTR3B എന്ന ഫോമിലൂടെ മന്ത്ലി ടാക്സ് അടയ്ക്കേണ്ടത് നെക്സ്റ്റ് മന്ത് 20 ആണ്. ഡിസംബറിന്റെ ടാക്സ് അടയ്ക്കേണ്ടതോ ജനുവരി മാസം 20 ഏതാണ് ഫോം? GSTR3B. ക്ലിയർ അല്ലേ? ഈ GSTR3B ഒരു സമ്മറി ഫോം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് GSTR1 പറഞ്ഞ പോലെ 23 ടേബിൾ ഒന്നും വരുന്നില്ല. ഇത് സമ്മറി ഫോം അല്ലേ? സോ വെറും 6 ടേബിൾ മാത്രമാണ് GSTR3B വരുന്നത്. ആ 6 ടേബിളും പഠിക്കും. ഓരോ ടേബിളിലും ഡാറ്റ എങ്ങനെയാണ് എൻറ്റർ ചെയ്യേണ്ടതെന്ന് പഠിക്കും. ശേഷം ചെല്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഔട്ട്പുട്ട് ഇൻപുട്ട് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാമെന്നും ടാക്സ് എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും നമ്മൾ 3Bയിൽ പഠിക്കും.
ക്ലിയർ അല്ലേ? പഠിച്ച ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡെമോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് സെൽഫായിട്ട് GSTR 3B ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? എല്ലാവർക്കും ഓഡിയോ ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? ശബ്ദം ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ എങ്കിൽ പറയുക. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, സ്ലോ ആണ്. ഓക്കെ, ശരി. സോ ഓക്കെ, സോ സ്ലോ ആണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സ്ലോ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കൂടുതലും കുറച്ച് പ്രായമായവർ ആണെന്നാണ് എന്റെ സങ്കല്പം. അവർക്ക് കുറച്ച് സ്പീഡിൽ പറഞ്ഞ ചിലപ്പോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ സ്ലോ ആവുന്നത് കേട്ടോ. ഓക്കെ, ശരി. ഓക്കെ, ഇനി നമുക്ക് ഈ GSTR 1 നമ്മളിപ്പോ എന്തൊക്കെ പ്രാക്ടിക്കലി എന്തൊക്കെ പഠിക്കുന്ന പറഞ്ഞേ? GST രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാമെന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. ദെൻ മന്ത്ലി നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരുന്ന GSTR 1 എങ്ങനെ ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാം, GSTR 3B എങ്ങനെ ഓൺലൈൻ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? യെസ്. ഇനി അടുത്ത് ഒരു തിയറത്തിക്കലി ഒരു കാര്യം പഠിക്കാനുണ്ട് നമുക്ക്. തിയറത്തിക്കലി ഒരു കാര്യം പഠിക്കാനുണ്ട്. അതായത് ഒരു സ്കീമാണത്. QRMP ഒരു സ്കീമിന്റെ പേരാണ്. അതൊരു തിയറത്തിക്കൽ ഏരിയ ആണത്. QRMP എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി റിട്ടേൺ ആൻഡ് മന്ത്ലി പേയ്മെന്റ്. Q ക്വാർട്ടർലി, R റിട്ടേൺ, M മന്ത്ലി, P പേയ്മെന്റ്. അതൊരു സ്കീമാണ്. ഇതിന്റെ പ്രത്യേകത, നമ്മൾ ഈ പറഞ്ഞ GSTR 1 GSTR 3B ഉണ്ടല്ലോ, ഈ രണ്ട് റിട്ടേൺസ് അല്ലേ? ഈ രണ്ട് റിട്ടേൺസ് നമുക്ക് വേണമെങ്കിൽ ക്വാർട്ടർലി ഫയലിംഗ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ രണ്ട് റിട്ടേൺസും ക്വാർട്ടർലി മീൻസ് എന്താ? 3 മാസം കൂടുമ്പോൾ ഫയലിംഗ് ചെയ്യാം. മന്ത്ലി ഫയലിംഗ് ചെയ്യേണ്ട. അതായത് ഇപ്പോ സങ്കല്പിക്കുക, ഒരു ചെറുകിട ബിസിനസ്സുകാരനാണ്. ഓക്കെ, അദ്ദേഹം GST എടുത്തു. ആ ഷോപ്പിന്റെ GST റിട്ടേൺസ് ഒക്കെ അദ്ദേഹം തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ചിലപ്പോൾ അദ്ദേഹം സ്വന്തമായി ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഓക്കെ, എങ്കിലും അതിന്റെ പുറകെ ആയിരിക്കും ആ കച്ചവടക്കാരൻ. അപ്പൊ മന്ത്ലി ഈ 11-ാം തീയതിക്കുള്ളിലും 20-ാം തീയതിക്കുള്ളിലും ഈ GSTR 1 3B ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ പുറകെ ആയിരിക്കും അദ്ദേഹത്തിന്റെ അധിക സമയം പോകുന്നത്. എല്ലാ മാസവും അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സെയിൽസ് ബില്ലും പർച്ചേസ് ബില്ലും എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കങ്ങ് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ അതിന്റെ പുറകെ പോകുമ്പോൾ അദ്ദേഹത്തിന് ബിസിനസ്സിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ QRMP സ്കീം എടുക്കാം. ഈ സ്കീം എടുത്തു കഴിഞ്ഞാൽ GSTR 1 GSTR 3B എന്ന രണ്ട് റിട്ടേൺസും മന്ത്ലി മാസം തോറും ചെയ്യേണ്ട. 3 മാസം കൂടുമ്പോ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ ഒരു സ്കീമാണ് കേട്ടോ ഇത്. നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും പിന്നീട്. അപ്പൊ ഈ സ്കീം നമ്മൾ പഠിക്കുമ്പോൾ ഇത് തിയറത്തിക്കൽ കാര്യമാണ്. പക്ഷേ ഇത് പഠിക്കുമ്പോൾ രണ്ട് പ്രാക്ടിക്കൽ ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് പഠിക്കുമ്പോൾ രണ്ട് പ്രാക്ടിക്കൽ ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന് IFF. IFF എന്ന് പറഞ്ഞാൽ ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി എന്ന് പറയും. അങ്ങനെ ഒരു ഫോമിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, പ്രാക്ടിക്കലി പഠിക്കാനുണ്ട്. അതുപോലെ PMT06 അങ്ങനെ ഒരു ഫോമിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പൊ അത് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. പറഞ്ഞാൽ ഒട്ടും അറിയാത്തവർക്ക്, ബേസ് പോലും അറിയാത്തവർക്ക് കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആകും. ഓക്കെ, ശരി. അപ്പൊ
അതിൽ അങ്ങനെ ഒരു കാര്യം പഠിക്കാനുണ്ട് നമുക്ക് കേട്ടോ. ഇതിനടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഈ GSTR 3B എന്ന ഫോം നമ്മൾ പഠിക്കും മുമ്പായിരിക്കും ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം പഠിക്കുന്നത്. അതായത് നമുക്ക് പഠിക്കുന്ന മറ്റൊരു കാര്യമാണ്, അതായത് ഈ എന്താണ് ഇൻപുട്ട് GST, എന്താണ് ഇൻപുട്ട് GST? അതൊരു തിയററ്റിക്കൽ കാര്യമാണ്. ക്ലിയർ അല്ലേ? എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? രണ്ടും ഒന്നാണ്, പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. ഇൻപുട്ട് GST എന്താന്ന് പഠിക്കും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് ITC എന്ന ഫോമിന്റെ ആവശ്യം എന്താന്ന് പഠിക്കും. അതുപോലെ ITC ക്ലെയിം ചെയ്യുന്ന കണ്ടീഷൻസിനെ കുറിച്ച് പഠിക്കും. അതുപോലെ ITC ബ്ലോക്ക്ഡ് ആവും ചില സമയത്ത്. അതായത് ITC ഇൻഎലിജിബിൾ എന്താന്ന് പഠിക്കും. സെക്ഷൻ 17 സബ്സെക്ഷൻ 5 എന്ന് പറയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അതാണ് സെക്ഷൻ പറയാൻ കാരണം. അപ്പോ എന്താണ് ഇൻപുട്ട് GST, എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇൻപുട്ട് ക്ലെയിം ചെയ്യുന്ന കണ്ടീഷൻസ്, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, അതാണ് ബ്ലോക്ക്ഡ്, ഇൻഎലിജിബിൾ, സെക്ഷൻ 17 സബ്സെക്ഷൻ 5. ഇത് കംപ്ലീറ്റ് തിയററ്റിക്കൽ കാര്യമാണ്. എന്താണ് ഇൻപുട്ട്? ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലയർക്ക് കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ് കേട്ടോ. നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യത്തില്ലേ? പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയർക്ക് നമ്മൾ GST കൊടുക്കും അല്ലെ? നമ്മൾ GSTയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സപ്ലയറിന്റെ അടുത്ത് പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ പർച്ചേസ് എമൗണ്ടിന്റെ കൂടെ സപ്ലയർക്ക് GST കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന GSTയെ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ടാക്സ്, ഇൻപുട്ട് GST. നമുക്ക് ആ കൊടുത്ത ടാക്സ് പിന്നെ തിരിച്ച് കിട്ടും. ഇതാണ് ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. എന്നാ പക്ഷേ എല്ലാ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് തിരിച്ച് കിട്ടത്തില്ല. കിട്ടാത്ത ഇൻപുട്ടാണ് ഇൻപുട്ട് ബ്ലോക്ക്, ഇൻപുട്ട് ഇൻഎലിജിബിൾ, 17(5) എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ശരി. ഒരാൾ ഡൗട്ട് ചോദിച്ചു, ഇനി QRMB സ്കീം പേയ്മെന്റ് മന്ത്ലി ആണോ? QRMB സ്കീം എടുത്ത ആൾക്ക് GSTR 1ഉം GSTR 3Bയും മന്ത്ലി ചെയ്യുന്നില്ല, പകരം ക്വാർട്ടേർലി ചെയ്യുന്നു. പക്ഷേ ആ വ്യക്തിക്ക് മന്ത്ലി ടാക്സ് അടയ്ക്കാൻ ഉണ്ടെങ്കിൽ മന്ത്ലി ടാക്സ് അടയ്ക്കണം. ക്ലിയർ അല്ലേ? അത് സെൽഫായിട്ട് നോക്കണം. അതിന് വേറെ കുറച്ച് റൂളൊക്കെ പഠിക്കാനുണ്ട്. ആ റൂള് പ്രകാരം ടാക്സ് അടയ്ക്കാൻ വരുന്നുണ്ടോ നോക്കണം. വരുന്നുണ്ടെങ്കിൽ ആ ടാക്സ് മന്ത്ലി അടയ്ക്കണം. മന്ത്ലി അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ വേണ്ടി GSTR 3B യൂസ് ചെയ്യത്തില്ല. പകരം യൂസ് ചെയ്യുന്ന ഫോമാണ് PMT 06. അപ്പൊ PMT 06 എന്ന ഫോമിന്റെ ആവശ്യം ആ സമയത്ത് വരുന്നത് കേട്ടോ. ക്ലിയർ? ഓക്കെ, ശരി. അപ്പോ ഇൻപുട്ട് ടാക്സിനെ കുറിച്ച് പഠിക്കും. ഈ ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് 2 പ്രാക്ടിക്കൽ ഫോം ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട ഫോമാണ് GSTR 2A, അതുപോലെ GSTR 2B. ഈ GSTR 2A 2B എന്ന ഫോമിന്റെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് പുതിയൊരു ഫോം കഴിഞ്ഞ മാസം മുതൽ വന്നിട്ടുണ്ട്. GSTയില് കഴിഞ്ഞ മാസം മുതൽ പുതിയൊരു ഫോം വന്നിട്ടുണ്ട്. ആ ഫോമിന്റെ പേര് GSTR 1A എന്നാണ് പറയുന്നത്. GSTR 1A. അത് ഇവിടെ പറയാം. അതായത് GSTR 1A എന്ന് പറയുന്ന ഫോം കഴിഞ്ഞ മാസം വന്ന പുതിയ ഫോമാണത്. ആ ഫോമിന്റെ ആവശ്യം നമ്മൾ GSTR 1 ഫയൽ ചെയ്യുമല്ലോ. GSTR 1 ഫയലാക്കിയ ശേഷമാണ് മനസ്സിലായത് അതിൽ കുറച്ച് കാര്യങ്ങൾ മിസ്റ്റേക്ക് ആയി പോയി, തെറ്റുപറ്റിപ്പോയി. അങ്ങനെ GSTR 1 ഫയലാക്കിയ ശേഷം നമ്മൾ മനസ്സിലാക്കുന്നു തെറ്റുപറ്റിപ്പോയെന്ന്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? GSTR 1A എന്ന ഫോമിലൂടെ ആ തെറ്റ് തിരുത്താൻ സാധിക്കും. ഓക്കെ, ഒരു അമൻമെന്റ് ഫോമാണ് GSTR 1A. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ GSTR 1, 1A, 3B, 2A, 2B, IFF, PMT 06 ഇതൊക്കെ പ്രാക്ടിക്കൽ ഫോംസ് ആണ്, നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ?
ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം, നമുക്ക് നോർമലി QRMB സ്കീം അല്ല എങ്കിൽ മന്ത്ലി അല്ലേ ചെയ്യേണ്ടത്, GSTR1 GSTR3 യെസ്. അങ്ങനെ മന്ത്ലി ചെയ്തു പോകുന്നു. ഒരു വർഷം കംപ്ലീറ്റ് ആകുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. വാർഷിക റിട്ടേൺ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോഴാണ് അത് ചെയ്യേണ്ടത്. അതിന്റെ പേരാണ് GSTR9. ആ GSTR9 എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കും. GSTR9 എന്ന് പറഞ്ഞാൽ നമ്മൾ 12 മാസത്തെ GSTR1 3 ചെയ്തില്ലേ? 12 മന്ത് ചെയ്തല്ലോ. അപ്പൊ ഈ പറയുന്ന ഇങ്ങനെ പറയാം, ഈ GSTR9 സമ്മറിയാണ്. ഏതിന്റെ സമ്മറിയാണ്? 12 മാസം നമ്മൾ ചെയ്ത GSTR1 GSTR3 സമ്മറിയാണ് GSTR9. 12 മന്ത് GSTR1 GSTR3 സമ്മറിയാണ് GSTR9. ക്ലിയർ അല്ലേ? യെസ്. ഈ GSTR9 മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എല്ലാവരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആനുവൽ ടേൺ ഓവർ, നമ്മുടെ വാർഷിക വിറ്റുവരവ്, ഒരു വർഷത്തെ സെയില്. ടേൺ ഓവർ എന്താ? ടേൺ ഓവർ മീൻസ് സെയിലാണ്. ഒരു വർഷം എത്ര സെയിൽ ഉണ്ടായിരുന്നു, സെയില്. ആ ടേൺ ഓവർ എമൗണ്ട് 2 കോടി 2 CR 2 കോടിക്ക് എബോ മേലെ പോയാൽ മാത്രം GSTR9 മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടും ചെയ്താൽ മതി. എന്നാൽ പക്ഷേ ബിലോ 2 കോടിക്ക് ബിലോ ആണ് ടേൺ ഓവർ എങ്കിൽ GSTR9 ചെയ്യണ്ട എന്നല്ല, ഇറ്റ്സ് ഓപ്ഷണൽ ആണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. GSTR9 നമുക്ക് ചെയ്യുക നിർബന്ധമുള്ള ഒരു കാര്യമല്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഫോമാണ് GSTR9. നമ്മൾ പഠിക്കും അത്. ഈ GSTR9 ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ഡേറ്റ് 31 ഡിസംബർ ആണ് വരുന്നത് കേട്ടോ. അതായത് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് നെക്സ്റ്റ് വരുന്ന വർഷം ഡിസംബർ 31 ഡ്യൂ ഡേറ്റ് വരുന്നത്. അതായത് ഇപ്പോ 2024-25 ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ അല്ലെ, 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് ആകുമ്പോൾ ഇയർ അവസാനിക്കും അല്ലെ. ദെൻ ഈ ഇയറിന്റെ GSTR9 ചെയ്യേണ്ടത് 2025 ഡിസംബർ മാസം 31 ആ ലോജിക്ക്. ക്ലിയർ? ഈ GSTR9 എന്ന ഫോമിനകത്ത് എത്ര ടേബിൾ ഉണ്ട്? ടേബിൾസ് 19 ആണ്. 19 ടേബിൾ അടങ്ങിയ ഒരു ഡീറ്റെയിൽഡ് ഫോമാണ് ഇത് GSTR9 എന്ന് പറയുമ്പോൾ. GSTR9 എന്ന് പറയുമ്പോൾ 19 ടേബിൾ അടങ്ങിയ ഒരു ഫോമാണ് GSTR9. ക്ലിയർ അല്ലേ? യെസ്. നമ്മൾ പഠിക്കും. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു? GSTR1 ഫയലിംഗ് ചെയ്യാൻ പഠിക്കും, GSTR3B ഫയലിംഗ് ചെയ്യാൻ പഠിക്കും, GSTR1A ആപ്ലിക്കേഷൻ, അതുപോലെ GSTR2A, GSTR2B. ഇനി QRMB സ്കീം ആണെങ്കിൽ IFF, ഇൻവോയ്സ് ഫർണിഷിംഗ് ഫെസിലിറ്റി, അതുപോലെ PMT06. ഇനി GSTR9 വാർഷിക റിട്ടേൺ. ഈ പറയുന്ന എല്ലാ പ്രാക്ടിക്കലും പഠിക്കും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആർക്കാണ് ബാധകം? GSTയിലെ റെഗുലർ എന്ന സ്കീം പ്രകാരം രജിസ്റ്റേർഡ് ആയവർക്കാണ് ബാധകം. ക്ലിയർ അല്ലേ? റെഗുലർ എന്ന് പറഞ്ഞാൽ നോർമൽ സ്കീം കേട്ടോ. നോർമലി രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബാധകം. ക്ലിയർ അല്ലേ? യെസ്. അടുത്തൊരു ഡൗട്ട് വരുന്നുണ്ട്, പർച്ചേസ് എങ്ങനെയാണ്? നമ്മൾ നടത്തിയ പർച്ചേസ് നമ്മളായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എവരുടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നേ അല്ലെ, നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നേ ആ സപ്ലയർക്ക് അതൊരു സെയിൽ ആണല്ലോ. അപ്പൊ ആ സപ്ലയറിന്റെ GSTR1 ആ സെയിൽ കാണിക്കുമ്പോ അത് നമ്മുടെ സൈറ്റിൽ നമ്മുടെ പർച്ചേസ് ആയിട്ട് ഓട്ടോമാറ്റിക് നമുക്കത് കാണാൻ പറ്റും. അത് കാണുന്ന ഫോമാണ് GSTR2A, GSTR2B. ക്ലിയർ അല്ലേ? നമ്മൾ പഠിക്കും അതൊക്കെ. റെഡി അല്ലേ? യെസ്. ഓക്കെ.
ഒറ്റ മിനിറ്റ്. ഓക്കെ. ആ ഓക്കെ, ഒരു മിനിറ്റ്. കൺഫ്യൂഷൻ ആവും കേട്ടോ. സോ ഞാൻ അത് പറയുന്നില്ല. ക്ലിയർ അല്ലേ? യെസ്. ഓഡിയോ ക്ലിയർ ആണോ? ഓക്കെ. ഈ 2A 2B ഡിഫറൻസ് എന്താന്നുള്ള കാര്യം ഇപ്പോ അത് പറഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാകുമായിരിക്കും, പക്ഷെ എല്ലാവർക്കും ഓക്കെ ഒന്നും അറിയത്തില്ല. കാരണം അത് ബേസ് അറിയാത്തവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? നമ്മൾ ക്ലാസ്സിൽ എന്തായാലും അത് ഡീറ്റെയിൽ പഠിക്കും കേട്ടോ. അത് ഓക്കെ. പുതിയ രജിസ്ട്രേഷൻ എടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, രജിസ്ട്രേഷൻ എടുത്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും GST റിട്ടേൺസ് ഒക്കെ നിർബന്ധമായി ചെയ്യണം കേട്ടോ. ഓക്കെ. സോ GSTയിലെ മറ്റൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടത്, GSTയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് GST കോമ്പോസിഷൻ സ്കീം. GST കോമ്പോസിഷൻ സ്കീം. ഓക്കെ. എന്താണ് GSTയിലെ കോമ്പോസിഷൻ സ്കീം? നമ്മൾ പഠിക്കും. കോമ്പോസിഷൻ നമുക്ക് വേണമെങ്കിൽ, അതായത് നമ്മൾ നോർമലി രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ഓപ്ഷണൽ സ്കീമാണ് കോമ്പോസിഷൻ സ്കീം കേട്ടോ. അതൊരു ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ആ സ്കീം ചൂസ് ചെയ്യാം. ഈ സ്കീമിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയ ശേഷം ഈ സ്കീമിന്റെ പ്രത്യേകതകൾ ഒക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ബിസിനസ്സിന് ഈ സ്കീം അനുയോജ്യമാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്കീം ചൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷണൽ സ്കീമാണ് ഇത് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുമ്പോൾ. ക്ലിയർ അല്ലേ? യെസ്. ഈ സ്കീം പ്രകാരം GST എടുത്തവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ GSTR 1 വേണ്ട, 3B വേണ്ട, 2A 2B ആവശ്യമില്ല, 1A ആവശ്യമില്ല, QRB സ്കീമില്ല, GSTR 9 ഒന്നും ആവശ്യമില്ല. ഈ സ്കീം എടുത്തവർക്ക് മന്ത്ലി ഒന്നും ചെയ്യേണ്ട. ഇവർക്ക് ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ ഒരു ഫോം ഉണ്ട്, CMP08. CMP എന്ന് പറഞ്ഞാൽ കോമ്പോസിഷന്റെ ഷോർട്ട് ഫോം ആണ്. CMP08 അങ്ങനെ ഒരു ഫോം ഉണ്ട്. ക്ലിയർ അല്ലേ? ആ ഫോം ഉപയോഗിച്ച് എന്ത് ചെയ്യുക? അവർ റിട്ടേൺസ് ഫയൽ ചെയ്യുക. ക്ലിയർ? ഓക്കെ. അത് ക്വാർട്ടേർലിയാണ് ചെയ്യേണ്ടത്. ദെൻ ഇവർക്ക് ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ആനുവൽ റിട്ടേൺ ഫയലിംഗ് ഉണ്ട്. അതിന്റെ പേര് GSTR 4 എന്നാണ്. ക്ലിയർ അല്ലേ? ഇത് രണ്ടുമേ അവർക്ക് ആവശ്യം വരുന്നുള്ളൂ. നമ്മൾ പഠിക്കുക കാര്യങ്ങൾ കേട്ടോ. ഓക്കെ. യെസ്. സോ നമ്മൾ പഠിക്കുമ്പോൾ റെഗുലർ സ്കീമിന് ഇതൊക്കെ ബാധകമാണ്, അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കും. ദെൻ കോമ്പോസിഷൻ സ്കീമാണെങ്കിൽ ഇതൊക്കെയാണ് ബാധകം, അത് എങ്ങനെ ചെയ്യാമെന്ന് അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ദെൻ നമുക്ക് അടുത്ത് അവസാനമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഇപ്പോൾ ടാക്സ് ഇൻവോയ്സ് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, റിസീപ്റ്റ് വൗച്ചർ, പേയ്മെന്റ് വൗച്ചർ, റീഫണ്ട് വൗച്ചർ, ഡെലിവറി ചെല്ലാൻ, അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഡോക്യുമെന്റ് ആണ് ഇ-വേ ബില്ല്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ.
അപ്പോ ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ 10 days വരുന്ന ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഈ 10 ദിവസം കൊണ്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, സ്വന്തമായി ചെയ്യാനുള്ള സ്കിൽ നമുക്കുണ്ടാവും, ഉറപ്പായിട്ടും പഠിക്കാൻ സാധിക്കും. അതിനുശേഷം പഠിച്ച കാര്യങ്ങൾ ആ ഡെമോ സോഫ്റ്റ്വെയറിലൂടെ സെൽഫായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. ക്ലിയർ അല്ലേ? യെസ്. സോ നമ്മുടെ ക്ലാസ് 10 days വരുന്ന ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക നാളെയാണ്. ഓക്കെ, നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് നാളെ രാത്രി 9 PM ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മുടെ ക്ലാസ് GST ലൈവ് ക്ലാസ് ഈ സെയിം പ്ലാറ്റ്ഫോം ആണ്, ബൈ സൂം പ്ലാറ്റ്ഫോം ആണ്. ഇത് ലൈവ് ആണെങ്കിലും പ്ലസ് ഇത് റെക്കോർഡിങ്ങും ആയിരിക്കും. ക്ലിയർ അല്ലേ? റെക്കോർഡ് വീഡിയോ പ്രൊവൈഡ് ചെയ്യും. ഈ ഡെമോ ക്ലാസ്സും റെക്കോർഡിംഗ് ആണ്, ഈ റെക്കോർഡ് വീഡിയോ പ്രൊവൈഡ് ചെയ്യും. അപ്പോ നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസം ലൈവ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നാലും പ്രോബ്ലം ഇല്ല, റെക്കോർഡ് വീഡിയോ കാണാൻ സാധിക്കും. ഈ റെക്കോർഡ് വീഡിയോക്ക് ലിമിറ്റ് ഉണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വീഡിയോസ് കാണാൻ സാധിക്കും, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തുമില്ല. ക്ലിയർ അല്ലേ? യെസ്. ദെൻ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സ്ഥാപനം ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമൊന്നുമല്ല, നമ്മുടെ ഒരു ഓഡിറ്റ് ഫേം ആണ്. അപ്പോൾ നമ്മൾ ടാക്സിന്റെയും അക്കൗണ്ട്സിന്റെയും ഒക്കെ വർക്കുകൾ ചെയ്യുന്ന ഒരു ഓഫീസാണ്. അതിന്റെ കൂടെ നമ്മൾ GST മാത്രമല്ല, നമുക്ക് ഇൻകം ടാക്സിന്റെയും TDS ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ ഫയലിംഗ് ഒക്കെ. അപ്പോ ഈ ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീ വരുന്നുണ്ട്. ഫീസ് നമുക്ക് 3000 ആണ് ഫീ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോ ഇത് ജോയിൻ ചെയ്ത് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഫീസ് പേയ്മെന്റ് ചെയ്ത് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഇൻകം ടാക്സും TDSഉം ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ അതിന്റെ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യാം. ലൈവ് ക്ലാസ് ഉടനെ ഉണ്ടാവത്തില്ല. മുമ്പ് ലൈവ് നടന്നത് ഒരു 4-5 മാസം മുമ്പാണ്. അതിന്റെ റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആണ്, ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ആവശ്യമുള്ളവർ പേഴ്സണലി പറഞ്ഞാൽ മതി. ഓക്കെ, യെസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിന്റെ ഡീറ്റെയിൽസ്. ദെൻ മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ചോദിക്കാം. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യുക, ഡൗട്ട് ചോദിക്കാം കേട്ടോ. ഹലോ സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറയൂ. എന്റെ പേര് ലിസൺ, ഞാൻ കോഴിക്കോടാണ് സ്ഥലം. ഓക്കെ, നമ്മൾ പുതുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് GST രജിസ്ട്രേഷനും കാര്യങ്ങൾക്കും എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതർ സ്റ്റേറ്റിൽ നിന്ന് കർഷകരുടെ അടുത്ത് സ്പൈസസ് പർച്ചേസ് ചെയ്തിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ കർഷകർ രജിസ്റ്റേർഡ് അല്ലല്ലോ. അപ്പൊ അവരുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് GST കാര്യങ്ങൾ, അതെങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുക കാര്യങ്ങൾ, അതിന്റെ ജസ്റ്റ് നമ്മൾ പർച്ചേസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പർച്ചേസ് ആക്കിയ ശേഷം നമ്മൾ സെയിൽ ചെയ്യുമല്ലോ, അത് ടാക്സബിൾ ആയിരിക്കുമല്ലോ. കാരണം നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട്, അതുകൊണ്ട് അല്ലേ? അതെ. അപ്പൊ നമ്മൾ അത് നമ്മുടെ GSTR1 നമ്മുടെ സെയിൽ കാണിക്കുക. ക്ലിയർ അല്ലേ? അല്ല, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതർ സ്റ്റേറ്റ് ആണല്ലോ. അപ്പൊ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് ഇൻവോയ്സ് ക്യാരി ചെയ്യണല്ലോ. 10 ലക്ഷം റുപ്യന്റെ എല്ലാം പർച്ചേസ് ആയിരിക്കുമല്ലോ. ഉറപ്പായിട്ടും. അപ്പൊ ഈ കർഷകരുടെ അടുത്തുള്ള പർച്ചേസ് ആകുമ്പോൾ അവർ ഇൻവോയ്സും കാര്യങ്ങളൊന്നും തരില്ലല്ലോ. നമുക്ക് ഈ പറയുന്ന ടാക്സ് ഇല്ലാത്ത ഒരാളിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചില പർച്ചേസുകൾക്ക് റിവേഴ്സ് ചാർജ് ആപ്ലിക്കബിൾ ആയിരിക്കും. അങ്ങനെ ആപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും. അത്തരം കേസ് വന്നാൽ നമുക്ക് സെൽഫായിട്ട് നമ്മൾ ടാക്സ് ബില്ല് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അല്ലാത്ത കേസിൽ ടാക്സ് ബാധകമല്ലാത്ത പർച്ചേസ് ആണെങ്കിൽ സാധാരണ ബില്ല് മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഡെലിവറി ചെല്ലാൻ നമ്മൾ റേസ് ചെയ്താൽ മതി. നമ്മൾ തന്നെ, അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ തന്നെ റേസ് ചെയ്യുക. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന അൺരജിസ്റ്റേർഡ് ആയ കർഷകന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ ബേസിൽ നമ്മൾ ഇ-വേ ബിൽ സൈറ്റിൽ കയറിയിട്ട്
ഒരു ഇ-വേ ബില്ല് എടുത്താൽ മാത്രം മതി കേട്ടോ. അത് ക്യാരി ചെയ്താൽ മതി. അത് ഓക്കെയാണ്. ക്ലിയർ? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഇ-കൊമേഴ്സ് സെയിൽ ചെയ്യാൻ GST-യിൽ പ്രത്യേക സ്കീമുണ്ടോ? ഇ-കൊമേഴ്സ് ആണെങ്കിൽ നോർമലി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. റെഗുലർ സ്കീമാണ്. ഓക്കെ. ഇ-കൊമേഴ്സ് ചെയ്യുന്ന വ്യക്തിക്കും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ബാധകമാണ്. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടോ? ഓക്കെ. ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? സോ ഓക്കെ, ഞാൻ ഈ റെക്കോർഡ് വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീഡിയോസ് കാണാം. ലേറ്റ് ആയിട്ട് ജോയിൻ ആയവർക്കും വീഡിയോസ് കണ്ട ശേഷം ഡൗട്ട് ചോദിക്കാം. ഓക്കെ. അപ്പോ ഓക്കെ, ഗുഡ് നൈറ്റ്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നാളെ രാത്രി 9 മണിക്ക് കാണാം. ഓക്കെ. സോ ഗുഡ് നൈറ്റ്.